വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ നല്ല അടിപൊളി ഒരു ഹണി ചിക്കനാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇപ്പം നാട്ടിലൊക്കെ നല്ല മഴയല്ലേ, അപ്പോൾ പനിയൊക്കെ വരാതെ എല്ലാവരും ശ്രദ്ധിച്ചോണേ. നമുക്ക് ഹണി ചിക്കൻ എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. നല്ല അടിപൊളി ടേസ്റ്റാണ്. നമ്മുടെ കൊറിയക്കാരുടെ ഹണി ചിക്കൻ എന്ന് കേട്ടിട്ടില്ലേ? നമ്മൾ ശരിക്കും വിചാരിക്കും തേനൊക്കെ ഒഴിക്കുമ്പോൾ ഭയങ്കര മധുരമായിരിക്കും, പക്ഷെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ഫുൾ കോഴി എടുത്തിട്ടുണ്ട്. ഫുള്ളായിട്ട് ഒരു കോഴി ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഞാൻ മുറിച്ചെടുത്തേക്കാണ്. നിങ്ങൾക്ക് ആവശ്യാനുസരണം അതിൻ്റെ കുറച്ച് മതിയെങ്കിൽ ഹാഫ് എടുക്കുക. ഞാൻ ഒരെണ്ണം ഫുള്ളായിട്ട് തന്നെ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ആദ്യമായിട്ട് 1 കപ്പ് കോൺഫ്ലോർ ആഡ് ചെയ്ത് കൊടുക്കണം. കോൺഫ്ലോർ തന്നെ ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നല്ല ക്രിസ്പിയിൽ നമുക്ക് കിട്ടും. ഫസ്റ്റ് നമുക്കൊന്ന് വറുത്തെടുക്കണം. അതിന് വേണ്ടിയിട്ടുള്ള മസാലകളാണിത്. ആദ്യം കോൺഫ്ലോർ ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം കുറച്ച് ഞാൻ 2 ടേബിൾ സ്പൂണ് മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നത്. കാശ്മീരി ചില്ലി പൗഡറാണ്. അപ്പോൾ ഞാൻ 2 ടേബിൾ സ്പൂണ് മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം ഞാൻ 1 ടേബിൾ സ്പൂൺ ചിക്കൻ മസാല, 1/2 ടീസ്പൂണ് ഗരം മസാലയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ്. പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ എരിവിനനുസരിച്ച് വേണമെങ്കിൽ കുറച്ചും കൂടെ കൂട്ടിയിട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമുക്കിത് കൈകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് വെക്കാം. ഇത് മാരിനേറ്റ് ചെയ്തിട്ട് ഒരു 3/4 മണിക്കൂറോളം വെക്കുകയാണെങ്കിൽ നന്നായിട്ട് പിടിക്കും. മാക്സിമം എത്രത്തോളം വെക്കുന്നോ അതിനനുസരിച്ചിട്ട് നമുക്ക് ഇതിൻ്റെ മസാലകളെല്ലാം പിടിച്ച് നല്ല ടേസ്റ്റ് ആയിരിക്കും. ചിക്കനിൽ നന്നായിട്ട് പിടിച്ചിരിക്കും. ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഇതെല്ലാം നല്ലതായിട്ട് സെറ്റായി കിട്ടും. അതിനുശേഷം ഞാൻ ഫ്രൈ പാനിലോട്ട് നമ്മൾ ഈ മിക്സ് ചെയ്ത് വെച്ചത് ഞാൻ വറക്കാനായിട്ട് ഇടുകയാണ്. നമുക്ക് ഓരോന്നോരോന്നായിട്ട് വറക്കാനായിട്ട് ഇടാം. ഞാനൊരു 3/4 മണിക്കൂർ വെച്ചിട്ടുണ്ടായിരുന്നു. അന്നേരം നല്ല ടേസ്റ്റാണ്, നമുക്ക് ഈ മസാല എല്ലാം പിടിക്കും. അതിനുശേഷം ഞാനിത് ഓരോന്നായിട്ട് വറക്കാനിട്ട് കൊടുക്കുകയാണ്. അങ്ങനെ ഞാൻ എല്ലാം ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ഞാനതൊന്ന് ഫ്രൈ ചെയ്ത് തിരിച്ചിടുകയാണ്. അതിനുശേഷം നമുക്ക് മെയിനായിട്ട് ഞാനൊരു 4 വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടെ എടുത്തിട്ട് ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഫ്രൈ പാനിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. നമ്മൾ ആ വറുത്ത എണ്ണയില്ലേ അതിലോട്ട് തന്നെ ഇട്ട് കൊടുക്കുക. നമുക്ക് അതിൻ്റെ ഒരു പച്ചമണം മാറുന്നിടം വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാം, വളരെ സിമ്പിളാണ്. പിന്നെ ഞാൻ 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് ആഡ് ചെയ്ത് കൊടുക്കണം. 2 ടേബിൾ സ്പൂൺ മതി, കൂടുതലായാലും നല്ല കൊള്ളില്ല, അതുകൊണ്ടാണ്. അപ്പം 2 ടേബിൾ സ്പൂൺ മതിയാവും. പിന്നെ അതിനുശേഷം ഞാൻ 2 ടേബിൾ സ്പൂൺ അതേ അളവിൽ സോയാ സോസും കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം. ഈ 2 ഇൻഗ്രീഡിയൻസ് മാത്രമേ ഉള്ളൂ. എന്നിട്ട് നമുക്ക് ആ എണ്ണയ്ക്കകത്തിട്ട് അത് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. ജസ്റ്റ് ഒന്ന് കുറുകി വരുന്നിടം വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ്, നല്ല ടേസ്റ്റിയാണ്, അടിപൊളിയാണ്. ഇത് കൊറിയൻ സ്റ്റൈലിൽ ചിക്കനാണ്, ഹണി ചിക്കൻ. എല്ലാവർക്കും അറിയാമെന്ന് വിശ്വസിക്കുന്നു. എന്നിട്ട് നമ്മൾ ആ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ ഉണ്ടല്ലോ, അത് നമ്മൾ ഈ മിക്സ്ചറിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കുക. 2 മിനിറ്റ് തീ ഓഫ് ചെയ്യാതെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. വളരെ സിമ്പിളാണ്, നല്ല ടേസ്റ്റിയാണ്. നമ്മൾ വിചാരിക്കും നല്ല മധുരമായിരിക്കും ഹണിയൊക്കെ. ലാസ്റ്റായിട്ട് നമുക്കിനി മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ഹണി, ഞാൻ 1 ടേബിൾ സ്പൂൺ ഹണിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരുപാട് ചേർത്ത് കൊടുക്കേണ്ട, ചിലപ്പോൾ മധുരമായിപ്പോവും. അപ്പോൾ ഇതിന് ഞാൻ 1 ടേബിൾ സ്പൂൺ മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത്. നല്ല അടിപൊളി ടേസ്റ്റാണ്. പുളിയും മധുരവും എല്ലാം കൂടെ നല്ല കറക്റ്റ് ടെക്സ്ചറിൽ നമുക്ക് കിട്ടും. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. നമ്മൾ റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റിൽ തന്നെ നമുക്ക് കിട്ടും. വളരെ സിമ്പിളായിട്ടും ഉണ്ടാക്കാൻ പറ്റിയില്ലേ. ഇതാ നമ്മുടെ റെസിപ്പി റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് തന്നെ നമ്മൾ ഉണ്ടാക്കിയെടുത്തില്ലേ. ഇത്രയേ ഉള്ളൂ. നല്ല ടേസ്റ്റിയാണ്, ഹെൽത്തിയാണ്. സോയാ സോസൊക്കെ ആഡ് ചെയ്യുമ്പോഴത്തേക്കും കുട്ടികൾക്ക് നല്ല ഹെൽത്തി ആയിട്ട് കൊടുക്കാമല്ലോ. ഈ ടേസ്റ്റ് അവർക്കും ഇഷ്ടപ്പെടും. അപ്പം നമ്മളെന്ന് ചിക്കൻ കറി വെക്കാതെ ഇടയ്ക്ക് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിച്ചു.